നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങാൻ ലേറ്റ് ആവുന്നുണ്ടോ? ചെറിയ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ഹായ്, ഞാൻ ഡോക്ടർ ജമീൽ സെയ്ദ്, ഡോക്ടർ സെയ്ദ് ഹോമിയോപ്പതി. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ രാത്രി ബെഡ്റൂമിൽ വന്നാലും കിടന്നാൽ പോലും ചിലപ്പോൾ ഉറങ്ങാൻ ലേറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും മെയിൻ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ സ്ക്രീൻ ടൈമാണ്. നമ്മൾ ഈ രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ മൊബൈൽ യൂസേജ് കുറയ്ക്കണം. കാരണം മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഈ ഉറക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന സാധനമാണ്. അപ്പം ഒരിക്കലും മൊബൈൽസ് നമ്മൾ രാത്രി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. രണ്ടാമത്തത്, വൈകുന്നേര സമയങ്ങളിൽ അവർ ഉറങ്ങാൻ സമ്മതിക്കരുത്. ചിലപ്പോൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാലൊക്കെ അവർക്ക് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ഉറങ്ങാണ്ടിരിക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം എന്തായാലും കുറയും. മൂന്നാമത്തത്, അവർ വൈകുന്നേരമൊക്കെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി രാത്രി നേരത്തെ ഉറങ്ങാൻ ചാൻസ് കൂടുതലാണ്. പിന്നീട് മെയിൻ കാര്യം വരുന്നത് വെച്ചാൽ, നമ്മൾ മെയിൻ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബെഡ്റൂമിൽ തന്നെ സ്റ്റഡി റൂമും കൂടാകും. ഇപ്പോൾ ബെഡിൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ അവർ പഠിക്കുന്നതും അല്ലെങ്കിൽ കഥ ബുക്ക് വായിക്കുന്നതോ അങ്ങനെ എന്ത് കാര്യങ്ങളും ആവട്ടെ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ബെഡ്റൂം ഈസ് ഫോർ സ്ലീപ്പിംഗ്. അപ്പോൾ ആ ഒരു മൈൻഡ് വർക്ക് അവിടെ വർക്ക് ചെയ്യണം. കാരണം അവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ അത് ഉറങ്ങാനുള്ള സ്ഥലമാണെന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഒരിക്കലും പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ആക്ടിവിറ്റീസിനും ബെഡ്റൂം യൂസ് ചെയ്യാൻ പാടില്ല. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റൂം ഡാർക്കൻ ചെയ്യുക. അതേപോലെ ലൈറ്റ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ റെഡ് ലൈറ്റ് യൂസ് ചെയ്യുക, ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. റെഡ് ലൈറ്റ് ഉറക്കം ഇൻഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതുപോലുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡു ഫോളോ അസ്.